أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد، أعوذ بالله من الشيطان الرجيم. قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. മാന്യ സഹോദര സഹോദരിമാരെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ അബ്ദുറഹ്മാൻ സിദീസ് ഖുതുബോദിയതായ മസ്ജിദുൽ ഹറാമിലുള്ള മിമ്പറിൻ്റെ മീതെ വെച്ച് ചർച്ച ചെയ്തതായ വിഷയം ഉലമാക്കൾ നമ്മോട് വിടവാങ്ങുക എന്നതാണ്. അതുകൊണ്ടുള്ള വിപത്ത് എത്രമാത്രം ഉണ്ടായിരിക്കും മുസ്ലിം ലോകത്തിന് ആസകലവും, അപ്രകാരം മനുഷ്യരാശിക്ക് ആസകലവും എന്നതാണ്. അത് നമ്മുടെ മതം, അതിൻ്റെ ഉത്ഭവം തന്നെ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ വഹി ഇറങ്ങിയതായ സന്ദർഭത്തിൽ വിജ്ഞാനത്തിന് പ്രാധാന്യം നൽകിയും കൊണ്ടും പഠിക്കുക, വായിക്കുക, എഴുതുക എന്ന കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുമാണെന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പരമാർത്ഥമാണല്ലോ. ഈ മതം സ്ഥാപിക്കപ്പെട്ടത് തന്നെ വിജ്ഞാനത്തിലൂടെയും ദീനിലൂടെയും ഇൽമിലൂടെയും ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാർക്കെല്ലാം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഇറക്കിക്കൊണ്ടേയിരുന്നത് അത് വഹിയാണ്, അത് ഇൽമാണ്, അത് വിജ്ഞാനമാണ്. ആ നബിമാര് ലോകത്തോട് വിടവാങ്ങുന്നതിന് മുമ്പായി അവരെ അനന്തരാവകാശമായി ഇവിടെ ഒഴിവാക്കിപ്പോയതും ഇൽമ് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പറയുന്ന കാണാം, വലഖദ് ആതീനാ ദാവൂദ വസുലൈമാന ഇൽമ. ദാവൂദിനും സുലൈമാനിനും അലൈഹിമസ്സലാം നാം വിജ്ഞാനത്തെ നൽകിയിട്ടുണ്ട്. അവർ രണ്ടുപേരും അള്ളാഹുവിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ലോകത്തിലുള്ള പലരെക്കാളും ബഹുമാനിച്ചതിനും ആദരിച്ചതിനും നന്ദി എന്ന് അവർ നന്ദി പ്രകടനം നടത്തുകയും ചെയ്തു. കാരണം അവരെ അള്ളാഹു ബഹുമാനിച്ചത് ഇൽമിലൂടെയാണ്, വിജ്ഞാനത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഓരിഥ സുലൈമാനു ദാവൂദ, സുലൈമാൻ അലൈഹിസ്സലാം അനന്തരാവകാശമായി എടുത്തു. ആരിൽ നിന്നിട്ട്? ദാവൂദിൽ നിന്നിട്ട്. എന്തിനെയാണ് അനന്തരാവകാശമായി എടുത്തത്? ദാവൂദ് നബി അലൈഹിസ്സലാം ഇവിടെ ഉപേക്ഷിച്ചു പോയതായ ഇൽമിനെ എന്നർത്ഥം. അപ്പോൾ നബിമാരുടെ അനന്തരാവകാശമാണ് നമ്മുടെ ഇന്നത്തെ ഖുതുബയുടെ, മക്ക ഖുതുബയുടെ അവസാനത്തിൽ, സമാപനത്തിൽ സംസാരിക്കുമ്പോൾ എന്നിൽ നിന്നിട്ട് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് പോലെ ഇൻഷാ അല്ലാഹ് നബിമാരുടെ അനന്തരാവകാശമായിരുന്നു ഇൽമ്. അങ്ങനെയുള്ള ഇൽമ് ലോകവ്യാപകമാക്കിക്കൊണ്ടേയിരുന്നത് നബിമാരുടെ ഡ്യൂട്ടിയും ഉദ്യോഗവും ആയിരുന്നു. ആ ഉദ്യോഗം നിർവഹിക്കുന്നതിലൂടെയാണ് ലോകത്തിന്റെ നിലനിൽപ്പുണ്ടായിരുന്നത്. ലോകത്തിൽ നിന്നിട്ട് അജ്ഞത ഉയരലും പ്രകാശം വ്യാപകമാകലും വിജ്ഞാനം വ്യാപകമാകലും അത് നബിമാരിലൂടെയായിരുന്നു പണ്ട് തന്നെ. അതുകൊണ്ട് അതാത് നാടുകളിൽ എവിടെയെല്ലാം ജനങ്ങൾ ഉണ്ടായിരുന്നു അവിടെയെല്ലാം നബിമാർ വന്നിരുന്നു. അവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇറക്കിക്കൊണ്ടേയിരിക്കുന്ന വഹിയാകുന്ന ഇൽമിലൂടെ പ്രകാശത്തെ വ്യാപകമാക്കിക്കൊണ്ടേയിരുന്നു. അതിലൂടെ ശാന്തിയും സമാധാനവും അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിരുന്നു. അവരുടെ ഇടയിൽ ഐക്യമുണ്ടാക്കാൻ സാധിച്ചിരുന്നു. അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തിയിരുന്നു. അവർക്ക് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നതായ അക്രമം, അനീതി പോലത്തതായ അനാചാരങ്ങളോട് വിടവാങ്ങാനും സാധിച്ചിരുന്നു. അതിന് അറുതി വരുത്താനും സാധിച്ചിരുന്നു. എന്തിലൂടെ? ഉലമാക്കളിലൂടെ, ഇൽമിലൂടെ എന്നർത്ഥം. അങ്ങനെ നബിമാരെല്ലാം ലോകത്തോട് വിടവാങ്ങുക എന്നത് ലോകത്തിന്റെ വലിയ വിപത്തായിരുന്നു. ഓരോ കാലഘട്ടങ്ങളിലും, ഏത് കാലഘട്ടത്തിലും ജീവിച്ച നബി, ഈ ജീവിച്ച ദൂതർ, ജീവിച്ച റസൂൽ ആ ഉമ്മത്തിനോട് വിടവാങ്ങുമ്പോൾ ആ ഉമ്മത്തിന് മഹാനഷ്ടവും നാശവുമാണ് വരിക അവരുടെ വിടവാങ്ങലിലൂടെ. അതുപോലെ തന്നെ നമ്മുടെ അനുശിത നേതാവായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിടവാങ്ങൽ മുസ്ലിം ലോകത്തിന് ആസകലം, ഉമ്മത്ത് മുഹമ്മദിന് ആസകലം മഹാവിപത്തായിരുന്നു എന്നത് നമുക്ക് പലപ്പോഴും കേട്ട് പരിചയമുള്ളതാണ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ശൈലി നിങ്ങളെ ഞാൻ പലപ്പോഴും കേൾപ്പിച്ചിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിടവാങ്ങലിലൂടെ ഇവിടെ ഇരുളടഞ്ഞു, മദീനയിൽ ഇരുളുണ്ടായി. അതെ,
അന്ധകാരമാകുന്ന ഇരുള് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകലിലൂടെ വഹീ സമാപിച്ചു. അതിലൂടെ പിന്നെ ഇൽമ് ഇറങ്ങുന്നത് സമാപിച്ചു. അതിലൂടെ ആ ലോകത്തിന്റെ സയ്യിദുൽ മുഅല്ലിമീൻ എന്ന ആ പേര് കൊടുക്കാൻ അർഹപ്പെട്ടതായ ലോകത്തിലുള്ള സർവ്വ അധ്യാപകന്മാരുടെ, സർവ്വ പണ്ഡിതന്മാരുടെ, സർവ്വ ഉലമാക്കളുടെ നേതാവായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട വാങ്ങിയ സന്ദർഭത്തിൽ ഉണ്ടായിരുന്നതായ അപകടം ആദ്യമായിട്ട് വഹീ കട്ടായി എന്നതായ അപകടമാണ്. അഥവാ ഇൽമ് ലോകത്തിലേക്ക്, ഭൂമിയിലേക്ക്, ആകാശത്തിൽ നിന്നിട്ട് വാനലോകത്തിൽ നിന്നിട്ട് ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നത് അവസാനിച്ചു എന്നതാണ്. അതോടുകൂടി ഇവിടെ അജ്ഞതയാണ് പിന്നെ വ്യാപകമാകാൻ ആരംഭിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഉലമാക്കൾ ലോകത്തോട് വിടവാങ്ങുക എന്നത് മഹാ അപകടമാണ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വേർപാടിലൂടെ, അവർ നമ്മളോട് വിടവാങ്ങലിലൂടെ നമുക്ക് പരിചയമുള്ളതായ ഒന്നാണ്. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ചൊല്ലിയതായ പദ്യത്തിൽ ഞാൻ നിങ്ങളെ പലപ്പോഴും കേൾപ്പിച്ചിട്ടുണ്ട്. വമാ ഫഖദൽ മാദൂന മിസ്ല മുഹമ്മദിൻ വലാ മിസ്ലുഹു ഹത്തൽ ഖിയാമത്തി യുഫ്ഖദു. ഇതുവരെ ലോകത്തിൽ ആരും തന്നെ ആരെയും നഷ്ടപ്പെട്ടിട്ടില്ല ഏതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ ഫഖദൽ മാദൂന മിസ്ല മുഹമ്മദിൻ, മുഹമ്മദ് നഷ്ടപ്പെട്ടതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായതായ നഷ്ടപ്പെടൽ ഇവിടെ ലോകത്തിൽ ആരും ഇതുവരെയും ആർക്കും സംഭവിച്ചിട്ടില്ല. എത്രത്തോളം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിടവാങ്ങൽ അതൊരു മുസീബത്തായിട്ടാണ് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചൊല്ലിയതായ പദ്യത്തിൽ ഫഹൽ അദലത് യൗമൻ റസിയത്തു ഹാലികിൻ റസിയത യൗമിൻ മാത ഫീഹി മുഹമ്മദു എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിടവാങ്ങിയതായ സന്ദർഭത്തിൽ ഉണ്ടായതായ വിപത്തിനെ കുറിച്ച്, ആ മുസീബത്തിനെ കുറിച്ച് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് ചൊല്ലിയതിനെ കുറിച്ച് ഞാൻ പലപ്പോഴും കേൾപ്പിച്ചിട്ടുണ്ടല്ലോ. അത് ഇവിടെ സ്മരണീയമാണ്. അത് മക്ക ഇമാം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അത് ഇവിടെ പറയപ്പെടേണ്ടതായ ഒരു വിഷയമാണ്. കാരണം മഹാത്മാക്കൾ നമ്മളോട് വിടവാങ്ങുമ്പോൾ ഉണ്ടാകുന്ന വിപത്ത്, അതിന്റെ തലപ്പത്തിരിക്കുന്നതായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വിശുദ്ധ മദീനത്തുൽ മുനവ്വറയിൽ വെച്ചിട്ട് റസൂലുള്ളാഹി ലോകത്തോട് വിടവാങ്ങിയതായ സന്ദർഭത്തിൽ ഉണ്ടായതായ വിപത്തിനെ ഒന്ന് കോലപ്പെടുത്താൻ വേണ്ടി മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ശൈലിയിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ മുഅല്ലിമായ, മുസ്ലിങ്ങളുടെ മുഅല്ലിമായ, ഉലമാക്കളുടെ മുഅല്ലിമായ, എല്ലാവർക്കും വിജ്ഞാനം നൽകിക്കൊണ്ടേയിരുന്നതായ ആ വിജ്ഞാനത്തിന്റെ ഉറവിടമാകുന്ന നബിയുന മുഹമ്മദ് റസൂലുള്ളാഹിയുടെ പോക്ക് ലോകത്തിന് എത്രമാത്രം നാശവും നഷ്ടവുമാണ് എന്ന് മഹാനായ ഹസ്സാൻ ചൊല്ലിയത് അത് നമുക്ക് ഇവിടെ സ്മരണീയമാണ്. അതുപോലെ തന്നെയാണ് ലോകത്തിൽ ഓരോ കാലഘട്ടത്തിലും പണ്ഡിതന്മാര് ലോകത്തോട് വിടവാങ്ങുമ്പോൾ ഉണ്ടാകുന്നതായ വിപത്ത്. ലോകത്തോട് വിടവാങ്ങുന്ന സന്ദർഭത്തിൽ ഓരോ നാടുകളിലും ഉയർന്ന പണ്ഡിതന്മാര്, സത്യം മനസ്സിലാക്കിയ സത്യം പറയുന്ന പണ്ഡിതന്മാര്, വിശുദ്ധ ഫുർഖാൻ അദീമും തിരുസുന്നത്തും അനുസരിച്ചിട്ട് ജീവിച്ചിരുന്ന പണ്ഡിതന്മാര്, അത് ലോകവ്യാപകമാക്കിക്കൊണ്ടേയിരുന്നതായ പണ്ഡിതന്മാര്, തൗഹീദ് അതിന്റെ യഥാരൂപത്തിൽ ഖുർആൻ പഠിപ്പിച്ച ശൈലിയിൽ തന്നെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നതായ പണ്ഡിതന്മാര് ലോകത്തോട് എവിടെയെല്ലാം എപ്പോഴെല്ലാം വിടവാങ്ങുന്നു അപ്പോഴെല്ലാം ആ നാടുകളിൽ നാശവും നഷ്ടവും ആ ജനങ്ങൾക്കുണ്ടാകുന്നു എന്നതിൽ സംശയമേ ഇല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസിൽ ഇന്നല്ലാഹ ലാ യഖ്ബദുൽ ഇൽമ ഇൻതിസാഅൻ യൻതസിഉഹു മിനൽ ഇബാദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ തന്നെ ഇവിടുന്ന് ജനങ്ങളിൽ നിന്നിട്ട് ഹൃദയത്തിൽ നിന്നിട്ട് ഊരിയെടുക്കലല്ല, മറിച്ച് ഇൽമിനെ ഇവിടെ ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ, അഥവാ ഇൽമിനെ ഉയർത്തപ്പെടൽ ഖിയാമത്ത് നാളിന്റെ അലാമത്തിൽ ഒരു അലാമത്താണ്. ഇവിടെ നിന്ന് ഇൽമു ഉയരലും ജഹ്ല് വ്യാപകമാകലും ഖിയാമത്ത് നാളിന്റെ അലാമത്തിൽ ഒരു അലാമത്താണ്. അതിലേക്ക് സൂചനയാണ്. റസൂലുള്ളാഹി പറയുന്നു, ഇൽമിനെ ഉയർത്തപ്പെടുക എന്നത് അത് ഹൃദയത്തിൽ നിന്നിട്ട് ഉയർത്തപ്പെടുക എന്നതല്ല, മറിച്ച് ഇവിടെ ജീവിക്കുന്ന പണ്ഡിതന്മാര് മരണപ്പെടലിലൂടെയാണ്. അപ്പോൾ പണ്ഡിതന്മാര് മരണപ്പെടുമ്പോൾ ഉണ്ടാകുന്നതായ നാശവും നഷ്ടവും എത്രയാണ് എന്നത് നമുക്ക് നമ്മുടെ മുമ്പിലുള്ളതായ പല പല പണ്ഡിതന്മാർ നമ്മളോട് വിടവാങ്ങുമ്പോൾ ആ പണ്ഡിതന്മാരുടെ പ്രവർത്തനം, അവരുടെ ആ വിശാലമായ ആ വിജ്ഞാനപരമായ ഫത്വകളും മറ്റും
ഇതെല്ലാം ഇവിടെ അതുപോലെ കൈയാളാൻ ആളെ ലഭിക്കാതിരിക്കുമ്പോൾ ഉള്ളതായ നഷ്ടം കാണുമ്പോൾ നമുക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എത്ര നാശമാണ്, എത്ര നഷ്ടമാണ് പണ്ഡിതന്മാർ നമ്മളോട് വിടമാകുക എന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി തുടരുകയാണ്, ഹത്താ ഇദാ ലം യബ്ഖ ആലിമൻ, അങ്ങനെ ആലിമീങ്ങളൊക്കെ ഇവിടെ നിന്ന് മരണപ്പെട്ട് അങ്ങനെ ആലിമുകൾ ഇല്ലാതായി കഴിഞ്ഞാൽ, അഥവാ ശരിയായ റബ്ബാനീയങ്ങളായ ആലിമീങ്ങൾ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആലിമീങ്ങൾ, എൽമിനെ അള്ളാഹുവിനു വേണ്ടി പഠിച്ച് എൽമിനെ അള്ളാഹുവിനു വേണ്ടി ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്ന ആലിമീങ്ങൾ ഇവിടെ നിന്ന് നമ്മളോട് വിട വാങ്ങുന്ന സമയത്തിൽ എന്താണ് സംഭവിക്കുക? ഇത്തഖദന്നാസു റൂസൻ ജുഹാല, ജനങ്ങൾ പിന്നെ ജാഹിലീങ്ങളാകുന്ന ഉലമാ വേഷധാരികളായ പണ്ഡിതന്മാരുടെ വേഷം ചമഞ്ഞി ജീവിക്കുന്നവരായ വിഭാഗത്തെ വസാകളായി നേതാക്കളായി തെരഞ്ഞെടുക്കും. അങ്ങനെയാകുമ്പോൾ അവരിലൂടെയായിരിക്കും പിന്നെ ജനങ്ങൾ ഫത്വ കാംക്ഷിക്കുക, അവരിൽ നിന്നിട്ടാണ് ഫത്വ പ്രതീക്ഷിക്കുക. അങ്ങനെയുള്ള ജാഹിലീങ്ങളാകുന്ന ആലിമീങ്ങൾ അഥവാ പണ്ഡിത വേഷധാരികൾ ഇൽമില്ലാത്ത രൂപത്തിൽ ജനങ്ങളെ വഴിപഴപ്പിക്കുന്ന വിഭാഗത്തിലൂടെ ഫത്വ കേൾക്കുമ്പോൾ അവരിലൂടെ ജനങ്ങൾ വഴിപഴപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ലോകവ്യാപകമായിക്കൊണ്ടേയിരിക്കുന്ന പല മഹാ അപകടത്തിൽപ്പെട്ടത് നാം കാണുമ്പോൾ ഇന്ന് ലോകത്തിൽ ആ സകലം ഷിയായിസം പ്രചരിപ്പിക്കുന്നത് ആരാണെന്ന് പരിശോധിച്ചു നോക്കിയാൽ അത് പണ്ഡിത വേഷധാരികളാണ്. ആഴത്തിലിറങ്ങി വിശുദ്ധ ഫുർഖാൻ അദീമിനെയും തിരുസുന്നത്തിനെയും പഠിക്കേണ്ടതിലോ പഠിക്കാത്തതായ പണ്ഡിത വേഷധാരികളാണ് നാം ധാരാളമായിട്ട് അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന മഹാപാപത്തിലേക്കും അതുപോലെ അള്ളാഹുവിന്റെ കൂടെ ഷിട്ടികളെ പങ്കുചേർക്കുക എന്ന മഹാശറിലേക്കും ഷിർക്കിലേക്കും ക്ഷണിച്ചുകൊണ്ട് ഇരിക്കുന്ന വിഭാഗവും, അതുപോലെ തന്നെ അതിനു നേരെ വിപരീതം തൗഹീദ് സ്ഥാപിക്കുന്ന ഖുർആനിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കുന്ന, ആ തൗഹീദ് വ്യാപകമാക്കാൻ വേണ്ടി ജീവിക്കുന്ന ഏത് വിഭാഗമോ ഏത് സംഘടനയോ ഏത് പണ്ഡിതന്മാരോ ഇവിടെ ഉണ്ടെങ്കിൽ അവരെ തരം താഴ്ത്തുവാനും അവരെ കുറിച്ച് കൊള്ളരുതാത്തവരെന്ന് പറയുവാനും വേണ്ടി അവർ കച്ചകെട്ടി പുറപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ട് 1400 പരം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വിശുദ്ധ മദീനത്തുൽ മുനവ്വറയിൽ വെച്ചിട്ട് വാണിംഗ് നൽകിയതായ അതേ സംഭവം ഇപ്പോഴാണ് നാം കണ്ടുകൊണ്ടേയിരിക്കുന്നത് എന്ന് തോന്നിപ്പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അപകടത്തിൽ നിന്നിട്ട് മുസ്ലിം ലോകത്തെ ബഹുഭൂരിപക്ഷത്തെ രക്ഷപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അവർ മഹാനഷ്ടമാണ് ലോകത്തിന് ആ സകലം, പ്രത്യേകിച്ച് പാമരന്മാരായ നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് അപകടമാണ് അങ്ങനെയുള്ള വിഭാഗം. കാരണം അവര് നിരപരാധികളാണ്, അവര് പാമരന്മാരാണ് എന്നതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത് ഈ ജാഹിലീങ്ങളായ ആലിമീങ്ങൾ, അതേസമയത്ത് അവർ ജാഹിലീങ്ങളായ ആലിമീങ്ങൾ പറയുന്നതായ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ബിദ്അത്തുകളും തോന്നിവാസങ്ങളും ശിർക്ക് വ്യാപകമാക്കലും ശിർക്ക് വിതരണ പദ്ധതികളും ഇതെല്ലാം കേൾക്കുമ്പോൾ അത് സത്യമാണ്, അവരും ഓതുന്ന ഖുർആനല്ലേ, അവരും ഓതുന്ന സുന്നത്തല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ ബേക്കിൽ അണിനിരക്കുന്നത് നാം കാണുന്നത് ബഹുഭൂരിപക്ഷത്തെയാണ്. എന്തിലൂടെയാണ്? റസൂൽ പറഞ്ഞതുപോലെ ഇത്തഖദന്നാസു റൂസൻ ജുഹാല, ജാഹിലീങ്ങളെ ജനങ്ങൾ നേതാക്കളാക്കി മാറ്റും. അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അങ്ങനെയുള്ള അപകടത്തിൽ നിന്നിട്ട് മോചിക്കാൻ വേണ്ടി, സമൂഹത്തെ മോചിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ട ബാധ്യത ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളതായ പണ്ഡിതന്മാരുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അവിടെ തലപ്പത്ത് കയറ്റിവെക്കപ്പെട്ടതായ ബാധ്യതയാണത്. അതിൽ അവർ വീഴ്ച വരുത്താതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. റസൂൽ തുടരുന്നു, ഫദല്ലു വഅദല്ലു, അങ്ങനെയാകുമ്പോൾ അഥവാ അറിവില്ലാത്ത രൂപത്തിൽ ജനങ്ങൾക്ക് ഫത്വ നൽകുകയും അറിവില്ലാത്ത രൂപത്തിൽ തോന്നിവാസം സ്റ്റേജിൽ കയറിയിട്ട് പറയുകയും ബഹുഭൂരിപക്ഷത്തോട് അറിവില്ലാത്ത കാര്യങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുമ്പോൾ അവർ സ്വന്തം വഴിപഴച്ചു എന്ന് മാത്രമല്ല മറ്റുള്ളവരെ വഴിപഴപ്പിക്കാൻ അവർ കാരണമായി തീരുകയും ചെയ്യുന്നു എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഊന്നി പറയുന്നു. ഇത് ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മക്ക ഇമാം എന്ന് വിശദീകരിച്ചതായ ഹദീസാണ്. ഈ ഹദീസ് ഇന്നത്തെ യുഗത്തിൽ വളരെ നമുക്ക് തുറിച്ചു കാണുന്നതായ ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഹദീസ് നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ആ സംഭവം ഇപ്പോൾ നാം കാണുമ്പോൾ, ഇപ്പോഴുള്ളവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും പോലെ എന്ന് നമുക്ക് തോന്നുകയാണ്. അള്ളാഹു ഇങ്ങനെയുള്ള അപകട മേഖലയിൽ നിന്നിട്ട് നമുക്ക് രക്ഷപ്പെടാനുള്ള തൗഫീഖ് വിശുദ്ധ ഫുർഖാൻ അദീമിനെ പഠിക്കേണ്ടതുപോലെ പഠിക്കലിലൂടെയും തിരുസുന്നത്തിനെയും പഠിക്കേണ്ടതുപോലെ പഠിക്കലിലൂടെയും അതിനെ ജനങ്ങൾക്ക് എങ്ങനെയെല്ലാം എത്തിച്ചു കൊടുക്കണം, ഏത് മാധ്യമങ്ങളിലൂടെയെല്ലാം എത്തിച്ചു കൊടുക്കണം, ഏത് രൂപത്തിലെല്ലാം എത്തിച്ചു കൊടുക്കണം എന്ന കാര്യങ്ങൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കി രംഗത്തിറങ്ങുന്നതായ പണ്ഡിതന്മാരെ വാർത്തെടുക്കുവാനും അവർക്ക് പ്രവർത്തിക്കുവാനും ആത്മാർത്ഥതയോടുകൂടി സേവിക്കുവാനും അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് ഇന്ന് മക്ക ഇമാം
ഇമാം പറഞ്ഞത്, ഉലമാക്കൾ ലോകത്തോട് വിടവാങ്ങുക, യഥാർത്ഥത്തിൽ സത്യം പറയുന്ന ഉലമാക്കൾ വിടവാങ്ങുക, അത് ലോകത്തിന് വിപത്താണ്, ജനങ്ങൾക്ക് ആസകലം വിപത്താണ്, ജഹല് വ്യാപകമാകും. അതിലൂടെ ബഹുഭൂരിപക്ഷം സത്യമറിയാതെ അവര് ഇരുൾപ്പെട്ടു പോകും, അവരിങ്ങനെ പരിഭ്രാന്തരായി ജീവിക്കേണ്ടതായ ഗതികേട് അവരിൽ ഉണ്ടാകും. പണ്ഡിതന്മാരില്ലാത്ത സന്ദർഭത്തിൽ യഥാർത്ഥ പണ്ഡിതന്മാർ ഖുർആനും സുന്നത്തും അനുസരിച്ചിട്ട് പഠിച്ചുകൊണ്ട് ജനങ്ങളെ സത്യത്തിലേക്ക് നയിക്കുന്ന പണ്ഡിതന്മാർ തൗഹീദ് ശരിക്കും മനസ്സിലാക്കി അള്ളാഹുലേക്ക് മാത്രമായിരിക്കണം ആരാധന കയറേണ്ടത്, ആരാധിക്കപ്പെടേണ്ടത്, അള്ളാഹുവിനെ മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കപ്പെടേണ്ടത്, അള്ളാഹ്ക്ക് മാത്രമാണ് നേർച്ചയാക്കേണ്ടത്, അറക്കേണ്ടത്, അള്ളാഹ്ക്ക് മാത്രമാണ് ജീവിക്കേണ്ടത്, മരിക്കേണ്ടത് എന്നതായ തത്വം പറയുന്നതായ പണ്ഡിതന്മാരാണ് യഥാർത്ഥത്തിൽ റബ്ബാനീയങ്ങളായ പണ്ഡിതന്മാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നവരായ പണ്ഡിതന്മാർ, നബിമാര് സേവിച്ച സേവനം സേവിക്കുന്നതായ പണ്ഡിതന്മാർ. അങ്ങനെയുള്ളതായ പണ്ഡിതന്മാരെ ഉണ്ടാക്കിയെടുക്കാൻ, വാർത്തെടുക്കാൻ നാം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മുഹമ്മദ് ഇബ്നു ശിഹാബ് സുഹരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പറയുകയാണ്, അൽഇഅ്തിസാം ബിസ്സുന്നത്തി നജാ, അഥവാ സുന്നത്ത് അനുസരിച്ചിട്ട് യഥാർത്ഥ ശൈലി അഥവാ ഖുർആനും സുന്നത്ത് അനുസരിച്ച് ജീവിക്കുക എന്നത് അത് നജാത്താണ്. അത് എന്താണ്? നജാത്താണ് എന്ന് പറഞ്ഞാൽ വിജയമാർഗമാണ്. നമുക്ക് ഏത് കാലഘട്ടങ്ങളിലും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും നമുക്ക് വിജയമാർഗം കൈകൊള്ളുവാനും ബഹുഭൂരിപക്ഷം ഇപ്പോൾ ജീവിക്കുന്ന ജീവിതം നോക്കിയിട്ടല്ല, എവിടെയാണ് നമുക്ക് സത്യമുള്ളത്, എവിടെയാണ് നമ്മുടെ മുമ്പിൽ സത്യമുള്ളത്, എവിടെയാണ് സത്യം പറയുന്നവരുള്ളത്, എവിടെയാണ് ഖുർആനും സുന്നത്ത് അനുസരിച്ച് ജീവിക്കുന്നവരുള്ളത്, അത് നോക്കിയിട്ട് അതിനെ മുറുകെ പിടിച്ചിട്ട് അതിന്റെ പേരിൽ ഐക്യമുണ്ടാക്കുക എന്നത് അതാണ് നജാ, അതാണ് വിജയം, അതാണ് വിജയമാർഗം എന്ന് മഹാനായ സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. നമ്മുടെ കൂടെയുള്ള വിജ്ഞാനം പെട്ടെന്ന് നമ്മൾ നിന്നിട്ട് വിടവാങ്ങും, അത് നമ്മളോട് വിടവാങ്ങും. ദീനിന്റെയും ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും എല്ലാത്തിന്റെയും വിജയത്തിനും നിലനിൽപ്പിനും അനിവാര്യം അതെന്തിലൂടെയാണ്? അത് ഇൽമ് നേടലിലൂടെയും ഇൽമ് വ്യാപകമാക്കലിലൂടെയും ഇൽമ് അനുസരിച്ചിട്ട് ജീവിക്കലിലൂടെയുമാണ്. അല്ലാത്ത പക്ഷം നമുക്ക് വിജയം കൈവരുത്താൻ സാധിക്കുന്നതല്ല. അപ്പോൾ സബാത്ത് ലഭിക്കണമെങ്കിൽ, സ്ഥിരത ലഭിക്കണമെങ്കിൽ, ഐക്യം ലഭിക്കണമെങ്കിൽ, ജനങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗങ്ങൾ കാണണമെങ്കിൽ ഉലമാക്കളുടെ സാന്നിധ്യം അനിവാര്യമാണ് എന്ന്, ഇൽമിന്റെ സാന്നിധ്യം അനിവാര്യമാണ് എന്ന് മഹാനായ സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാക്കും ഇന്ന് മക്ക ഇമാം ഉണർത്തുകയുണ്ടായി. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാനിൽ അതുമിൽ പറയുന്ന അവലം യറൂ അന്നാ നഅതിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹാ അഫഹുമുൽ ഗാലിബൂൻ എന്ന ആയത്തിന്റെ തഫ്സീറിന്റെ കൂട്ടത്തിൽ ചില മുഫസ്സിറുകൾ തഫ്സീർ വെച്ചതായിട്ട് കാണാം. നാം ഭൂമിയെ ചുരുട്ടുന്നതായിട്ട് കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നതായ ചോദ്യം, അതിന്റെ സൈഡുകൾ പിടിച്ചുകൊണ്ട് അതിനെ നാം ചുരുട്ടുന്ന ശൈലി എന്ന് പറയുന്നതായ ആ വാക്കുകൊണ്ട് വിവക്ഷ അത് പണ്ഡിതന്മാരെ മരിപ്പിക്കൽ കൊണ്ടാണ്, പണ്ഡിതന്മാർ നമ്മളോട് വിടവാങ്ങൽ കൊണ്ടാണ് എന്നും, ജനങ്ങളെ നന്നാക്കുന്നവർ വിടവാങ്ങൽ കൊണ്ടാണ് എന്നും, ജനങ്ങളെ നന്നാക്കിയെടുക്കുന്ന പണ്ഡിതന്മാര് ലോകത്തോട് വിടവാങ്ങൽ കൊണ്ടാണ് എന്നും ഈ ആയത്തിന് വ്യാഖ്യാനം നൽകിയവര് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്നും ഇന്ന് മക്ക ഇമാം ഉണർത്തുകയുണ്ടായി. അതെ, അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസ് ഇവിടെ സ്മരണീയമാണ്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, റസൂലുള്ളാഹി പറയുന്നു, ഉലമാക്കൾ പണ്ഡിതന്മാർ ആരാണ്? നബിമാരുടെ അനന്തരാവകാശം ഏറ്റെടുക്കുന്നവരാണ്. അനന്തരാവകാശം ഏറ്റെടുക്കുന്നവരാരാണ്? നബിമാരുടെ, അവരാണ് യഥാർത്ഥ പണ്ഡിതന്മാർ. എന്നാൽ എന്തായിരുന്നു നബിമാരുടെ അനന്തരാവകാശം? നബിമാർ എന്തായിരുന്നു ഇവിടെ ഉപയോഗിച്ചിട്ട് പോയിരുന്നത്? ഇന്നൽ അംബിയാ ലം യുവരിസു ദിർഹമൻ വലാ ദീനാറ, നബിമാർ ഇവിടെ ദിർഹമനെയോ ദീനാറിനെയോ ഉപയോഗിച്ചിട്ട് പോയിട്ടില്ല. ദിർഹമോ ദീനാറോ അല്ല അവരിവിടെ ഉപയോഗിച്ചിട്ട് പോയത്. അവരിവിടെ ഉപയോഗിച്ചു പോയത് എന്താണ്? വറസുൽ ഇൽം, അവരിവിടെ ഉപയോഗിച്ചു പോയത് വിജ്ഞാനത്തെയാണ്, ഇൽമിനെയാണ്, അഥവാ ഇൽമു തൗഹീദിനെയാണ്, അള്ളാഹുവിന്റെ ശരീഅത്തിനെയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതായ വഹീനെയാണ്. അതിനെയാണ് അവരിവിടെ ഒഴിവാക്കിപ്പോയത്. അവര് ദിർഹമോ ദീനാറോ സ്വർണമോ ഡോളറോ ഒഴിവാക്കിപ്പോയതല്ല. ഫമൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിർ, ആരെങ്കിലും ആ ഇൽമിനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ, ആ ഇൽമിന്റെ ബാധ്യത, ആ ഇൽമ് പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ബാധ്യത ഒരാൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അഖദ ബിഹദ്ദിൻ വാഫിർ, മഹാ ബഹുമതി നേടിയാളായി മാറി, മഹാഹല്ല് നേടിയാളായി മാറി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നീണ്ട ഒരു ഹദീസിന്റെ അവസാനമായിരുന്നു അത്. ആ ഹദീസിന്റെ തുടക്കത്തിൽ റസൂൽ പറയുകയാണ്, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സലകല്ലാഹു ലഹു സഹലല്ലാഹു എന്നൊരു റിപ്പോർട്ടുണ്ട്, തരീഖ
തരീഖൻ ഇലൽ ജന്ന, ഒരാള് ഇൽമു പഠിക്കാനുള്ളതായ വഴി കണ്ടെത്തുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്കുള്ളതായ വഴി എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. അതെ, ഇത് ശരീഅത്തിന്റെ ഇൽമാണ്, പരലോകമോക്ഷത്തിന് വേണ്ടിയുള്ള ഇൽമാണ്, ഖുർആനാകുന്ന ഇൽമാണ്, സുന്നത്താകുന്ന സ്ഥിരീകരിക്കപ്പെട്ട സുന്നത്താകുന്ന ഇൽമാണ്, നബിമാരുടെ ഇൽമാണ് ഇവിടെ വിവക്ഷ. അങ്ങനെയുള്ള ഇൽമു നേടാൻ വേണ്ടി ഒരാൾ വഴി കണ്ടെത്തുകയാണെങ്കിൽ അദ്ദേഹം സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നു. ഇന്നൽ മലായികത തളഉ അജ്നിഹതഹാ ലി താലിബിൽ ഇൽം, ഇൽമു പഠിക്കുന്നതായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ, അള്ളാഹുവിന്റെ മഹാത്മാക്കളാകുന്ന മലക്കുകൾ അവരുടെ ചിറകിനെ താഴ്ത്തി കൊടുക്കുന്നതാണ് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നു. ഇന്നൽ ആലിമ യസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, ആകാശത്തിലും ഭൂമിയിലുള്ള സർവ്വതും പണ്ഡിതന്മാർക്ക് വേണ്ടി, അഥവാ നാം നേരത്തെ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർക്ക് വേണ്ടി ആ പൊറുക്കലിനെ ചോദിക്കുന്നതാണ് അള്ളാഹുവിനോട്. അള്ളാഹുവേ, പണ്ഡിതന്മാർക്ക് ഇനി പുറത്തു കൊടുക്കേണമേ എന്ന് ഇവിടെയുള്ള സർവ്വതും പൊറുക്കലിനെ ചോദിക്കുന്നു എന്ന്, ആകാശത്തിലും ഭൂമിയിലുമുള്ള സർവ്വതും പൊറുക്കലിനെ ചോദിക്കുന്നു എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറയുകയാണ്. എത്രത്തോളം റസൂൽ തുടർന്നു, ഹത്തൽ ഹീതാൻ ഫിൽ മാ, കടലിലുള്ളതായ സമുദ്രത്തിലുള്ളതായ ആ മത്സ്യങ്ങൾ വരേക്കും പണ്ഡിതന്മാർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്നു. വഫളുൽ ആലിമി അലൽ ആബിദി കഫളുൽ ഖമരി ലൈലത്തുൽ ബദ്രി അലാ സായിരിൽ കവാകിബ്, പണ്ഡിതന്മാരുടെ പ്രത്യേകത ഇബാദത്ത് എടുത്തുകൊണ്ട് അല്ലാഹുവിലേക്ക് ചെല്ലുന്നവരെക്കാൾ ഇവിടെ ആബിദുണ്ട്, ആലിമുണ്ട്. ആബിദ് ഇൽമില്ലാതെ ഇബാദത്തിൽ തന്നെ മുഴുകുന്നവരാണ്. ആലിം എന്ന് പറഞ്ഞാൽ ഇബാദത്തെടുക്കും, അതോടുകൂടി അദ്ദേഹത്തിന് ഇൽമുമുണ്ട്. അപ്പോൾ ഇൽമുള്ളവരും ഇൽമില്ലാത്തവരുമുള്ള വ്യത്യാസം, ഇൽമുള്ളവരും ഇൽമില്ലാത്ത രൂപത്തിൽ ഇബാദത്ത് ചെയ്യുന്നവരുമുള്ള വ്യത്യാസം ഏതുപോലെയാണ്? ചന്ദ്രൻ എങ്ങനെയാണ് ലൈലത്തുൽ ബദറിലുള്ള ചന്ദ്രൻ, അതാ 14 ദിവസത്തിലുള്ളതായ പൂർണ്ണ ചന്ദ്രൻ, ആ ചന്ദ്രന്റെ പ്രത്യേകത എന്തിനേക്കാൾ, നക്ഷത്രങ്ങളെക്കാൾ, മറ്റു നക്ഷത്രങ്ങളെക്കാൾ ഈ പ്രത്യേകതയാണ് എന്ന് പണ്ഡിതന്മാരുടെ പ്രത്യേകത പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയാണ്. ശേഷമാണ് ഞാൻ ആദ്യം നിങ്ങളെ കേൾപ്പിച്ചതായ ആ ഭാഗം, അഥവാ ഉലമാക്കൾ നബിമാരുടെ അനന്തരാവകാശം ഏറ്റെടുത്തവരാണ് എന്നതായ ഭാഗം പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇൽമിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഇന്ന് ഡോക്ടർ അബ്ദുറഹ്മാൻ സദൈസ് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ. അദ്ദേഹം അതോടൊപ്പം ഈ ലോകത്തിലുള്ള ഇൽമിനെ കുറിച്ചല്ല, ഉലമാക്കളെ കുറിച്ച് എന്ന് മാത്രമല്ല, ഉലമാക്കൾ ലോകത്തോട് വിടവാങ്ങുമ്പോൾ ഉണ്ടാകുന്നതായ, ലോകത്തിലുണ്ടാകുന്ന സംഭവിക്കുന്ന വിപത്തുകളെ കുറിച്ചാണ് ഇന്ന് സുദൈസ് സംസാരിച്ചത്. എന്നാൽ അതോടൊപ്പം വേറൊരു വിപത്ത് കൂടി സുദൈസ് പറഞ്ഞുകൊണ്ട് ആണ് സമാപിച്ചത് അദ്ദേഹത്തിന്റെ ഖുതുബയെ. അഥവാ ഇവിടെ സൗദി അറേബ്യയിലുള്ളതായ അമ്ന്, അഥവാ സുരക്ഷിതത്വം, ലോകത്തിൽ ആ സകലം അമ്ന്, അത് മഹാനേട്ടമാണ്. ഈ സുരക്ഷിതത്വം ഉണ്ടാവുക എന്നത് മഹാനേട്ടമാണ് എന്ന വിഷയം പലപ്പോഴും നാം ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഖതീബുമാരുടെ നാവിലൂടെ അവർ ചർച്ച ചെയ്തതായ വിഷയത്തിലൂടെ ഞാനും ഇവിടെ സംസാരിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ള സുരക്ഷിതത്വം അത് നമ്മുടെ ജീവിതത്തിൽ വളരെ മുഖ്യമാണ്. നമുക്ക് സുരക്ഷിതത്വമില്ലെങ്കിൽ നമുക്ക് ഭക്ഷണം തിന്നാൻ പറ്റുകയില്ല, താമസിക്കാൻ പറ്റുകയില്ല, ബിസിനസ് ചെയ്യാൻ പറ്റുകയില്ല, വിജ്ഞാനം നേടിയെടുക്കാൻ പറ്റുകയില്ല, മക്കളുമായി സഹവസിക്കാൻ പറ്റുകയില്ല, ചർച്ചബന്ധം ചേർക്കാൻ പറ്റുകയില്ല, പുറത്തിറങ്ങാൻ പറ്റുകയില്ല. എന്തെല്ലാം നാം നേടിക്കൊണ്ടിരിക്കുന്നതായ വിശാലമായ അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടോ, എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ, ആ നേട്ടങ്ങളെല്ലാം എന്തിലൂടെയാണ് സംഭവിക്കുന്നത്? അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹമാകുന്ന സുരക്ഷിതത്വത്തിലൂടെയാണ്. മൻ അസ്ബഹ ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ബദനിഹി, ഒരാൾ രാവിലെയാകുമ്പോൾ അവൻ സുരക്ഷിതനായിട്ടാണ് രാവിലെയാകുന്നതെങ്കിൽ അവന് ശരീരത്തിന് നല്ല പരിപൂർണ ആരോഗ്യമുണ്ട് താനും. എന്ന് മാത്രമല്ല, മഅഹു ഖൂതു യൗമിഹി, ആ ദിവസത്തിൽ കഴിക്കേണ്ട ഭക്ഷണം അവന്റെ കൂടെ ഉണ്ട് താനും. എന്നാൽ ഫകഅന്നമാ ഹീസത ലഹു ദുനിയാ ബിഹദാഫിരിഹാ, ലോകത്തിന്റെ രാജാവ് പോലെയാണ് അവൻ എന്നാണ് റസൂലുള്ളാഹി പറയുന്നത്. ആ ലോകം മുഴുവനും അവന്റെ കീഴിലായത് പോലെയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആ സുരക്ഷിതത്വം നഷ്ടപ്പെടുക എന്നത് ആലിമീങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നതായ വിപത്ത് പോലെ മറ്റൊരു വിപത്താണ് മുസ്ലിങ്ങൾക്ക്. എന്ത്? നമ്മുടെ ഇടയിലുള്ളതായ സുരക്ഷിതത്വം നഷ്ടപ്പെടൽ. ഈ സുരക്ഷിതത്വത്തിന്റെ നിലനിൽപ്പ് നമ്മുടെ പട്ടാളക്കാരുടെയും നമ്മുടെ പോലീസുകാരുടെയും അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന നാടുകളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ നാടുകളുടെ അതിർത്തികളെല്ലാം നിൽക്കുന്നവരിലൂടെയുമാണ് എന്ന് ഇന്ന് മക്ക ഇമാം സൂചിപ്പിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച്, അവരുടെ പ്രത്യേകതയെക്കുറിച്ചും അവരുടെ പ്രത്യേകതയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഹദീസിനെ കുറിച്ചൊക്കെ ഇന്ന് വിശദീകരിക്കുകയുണ്ടായി. അതും ഇവിടെ സ്മരണീയമാണ്. അപ്പോൾ ഇവിടെ ഇത് പറയുമ്പോൾ തൗഹീദിലൂടെയാണ് സുരക്ഷിതത്വം ലഭിക്കുക. അതുകൊണ്ട് തന്നെ തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി ആര് എവിടെ പരിശ്രമിച്ചാൽ അവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സുരക്ഷിതത്വം നൽകിക്കൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് തന്നെയാണ് സൗദി അറേബ്യയിലുള്ളതായ ഈ വിശാലമായ സുരക്ഷിതത്വം നാം കണ്ടുകൊണ്ടേയിരിക്കുന്ന, ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ സുരക്ഷിതത്വം അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കണമെന്ന് പറയും പോലെ. അതുകൊണ്ടാണ്
ഇന്ന് മക്ക ഇമാമ് ഇവിടെയുള്ളതായ ഈ സുരക്ഷിതത്വത്തിന്റെ പ്രത്യേകത ജനങ്ങൾക്ക് ധരിപ്പിച്ചു കൊടുക്കുകയും ആ പ്രത്യേകതയിൽ നിന്നിട്ട് നാം നിലനിൽക്കാൻ വേണ്ടിയും അത് സ്ഥിരമായി നമ്മുടെ കൂടെ ആ സുരക്ഷിതത്വം ഉണ്ടാവാൻ വേണ്ടിയും നാം പാടുപെടണം. അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തി ഖുർആനിന്റെ ജീവിതത്തിൽ നടപ്പാക്കി, സുന്നത്തിന്റെ ജീവിതത്തിൽ നടപ്പാക്കി, തൗഹീദിന്റെ ജീവിതത്തിൽ നടപ്പാക്കി ജീവിക്കണം എന്ന കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയായിരുന്നു ഇന്ന് മക്ക ഇമാമ്. സുരക്ഷിതത്വം ലോകത്ത് എവിടെ ഉണ്ടാവണമെങ്കിൽ, സൗദി അറേബ്യയിൽ മാത്രമല്ല ലോകത്തിൽ എവിടെയും സുരക്ഷിതത്വം ഉണ്ടാവണമെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ടത് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തലാണ്. അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ അള്ളാഹു ജനങ്ങളുടെ ഇടയിൽ സുരക്ഷിതത്വം ഇറക്കുകയും ചെയ്യുന്നു, നൽകുകയും ചെയ്യുന്നു എന്നർത്ഥം. ഇന്ന് മദീന ഇമാം സംസാരിച്ചത്, ഡോക്ടർ സലാഹ് ബുദൈർ സംസാരിച്ച വിഷയം അത് വിനയം എന്നതായിരുന്നു. വിനയം എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദഅവത്തിന്റെ രത്നച്ചുരുക്കം പറഞ്ഞപ്പോൾ വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക എന്ന ആയത്ത് ഇവിടെ സ്മരണീയമാണ്. നിങ്ങൾ ജനങ്ങളോട് ക്രൂരതയോട് കൂടിയാണ് പെരുമാറിയതെങ്കിൽ ജനങ്ങൾ നിങ്ങളുടെ പരിസരത്തിൽ നിന്നിട്ട് പിന്തിരിഞ്ഞു പോയിരുന്നേനെ, അവർ നിങ്ങളുടെ കൂടെ ഇരിക്കുകയില്ലായിരുന്നേനെ, നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കയില്ലായിരുന്നേനെ, ശ്രമിക്കയില്ലായിരുന്നേനെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചതായ ആയത്ത് ഇവിടെ സ്മരണീയമാണ്. റസൂലുള്ളാഹിന്റെ ആ സ്വഭാവം, ആ പെരുമാറ്റം, ആ രസകരമായ ആകർഷണീയമായ സഹാബാക്കളോടുള്ളതായ സമീപനം അതായിരുന്നു മുഅ്മിനീങ്ങളെ വർദ്ധിപ്പിക്കാൻ, വിശ്വാസികളെ വർദ്ധിപ്പിക്കാൻ കാരണമായി തീർന്നത്. ഈ ഇസ്ലാമിനെ ലോകം മനസ്സിലാക്കാൻ കാരണമായി തീർന്നത്, ഈ ഇസ്ലാം ലോകവ്യാപകമാകാനും കാരണമായി തീർന്നത് ആ റസൂലുള്ളാഹിന്റെ സമീപനമായിരുന്നു. ആ സമീപനം വിനയത്തോടു കൂടിയുള്ളതായ സമീപനമായിരുന്നു. അടിയും ഇടിയും 13 കൊല്ലം മക്കയിൽ വെച്ചിട്ട് റസൂലും സഹാബത്തും അനുഭവിച്ചു. അവിടെയെല്ലാം റിഫ്കാണ് നാം കണ്ടത്. അതുപോലെ തന്നെ റസൂലുള്ള പറയുന്നു, മക്കാന മിൻ ശൈഇൻ ഇല്ലാ സാന വമാ നുസിഅ അൻ ശൈഇൻ ഇല്ലാ ഷാന. എന്തിലെല്ലാം വിനയമുണ്ട് അതെല്ലാം നല്ല രൂപത്തിലായി മാറ്റാനും നല്ല രൂപത്തിലായി മാറാനും അത് സഹായകമാകുന്നു. അതേസമയത്ത് എന്തിലെല്ലാം വിനയമില്ല, എന്തിൽ നിന്നിട്ടെല്ലാം വിനയത്തെ ഊരപ്പെട്ടു അവിടെയെല്ലാം അപകടവും പ്രയാസവും ഉണ്ടാകുന്നതാണെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതെ, അതുകൊണ്ട് ഈ വിനയം എന്ന വിഷയമാണ് ഇന്ന് മദീന ഇമാമ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളിയിൽ വെച്ചിട്ട് സംസാരിച്ചപ്പോൾ ചർച്ച ചെയ്തതായ വിഷയം. അദ്ദേഹം വളരെ വിശദമായിട്ട് ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും മേഖലകളിലും വിനയമുണ്ടായിരിക്കണമെന്ന് പറയുന്ന കൂട്ടത്തിൽ നാം നമ്മുടെ വീട്ടിൽ വിനയമുണ്ടാക്കിയെടുക്കണം. ആദ്യമായിട്ട് നാം നമ്മുടെ വീട്ടുകാരോട് പെരുമാറുന്ന രൂപത്തിൽ എല്ലാവരും അങ്ങും ഇങ്ങും പെരുമാറുമ്പോൾ വിനയത്തോടു കൂടിയായിരിക്കണം പെരുമാറേണ്ടത്. എന്നാൽ നല്ല വീട് നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുന്നതാണ്. നല്ല വീടും നല്ല ജീവിതവും വാർത്തെടുക്കാൻ വിനയമാണ് അതിനെ സഹായിക്കുക. അപ്പോൾ വിനയത്തോടു കൂടിയാണ് വീട്ടിൽ പെരുമാറുന്നതെങ്കിൽ, ഭാര്യയോട് ഭർത്താവ് പെരുമാറുന്നതെങ്കിൽ, ഭർത്താവിനോട് ഭാര്യ പെരുമാറുന്നതെങ്കിൽ, അതുപോലെ നമ്മുടെ പരിസരത്തുള്ളവരോട് നാം പെരുമാറുന്നതെങ്കിൽ അത് നമുക്ക് നല്ല രൂപത്തിലുള്ളതായ ജീവിതം കെട്ടിപ്പടുത്തുവാനും നല്ല വീട് കെട്ടിപ്പടുത്തുവാനും അത് സഹായകമാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് മദീന ഇമാമ് ഈ വിഷയം ചർച്ച ചെയ്തത്. അതുപോലെ തന്നെ നാം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ വിനയം ചിഹ്നമാക്കി മാറ്റേണ്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അക്കൂട്ടത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസ വർഷം പകുതി കൊല്ലത്തിലുള്ളതായ ലീവ് അവസാനിച്ചിട്ട് വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് കൊണ്ട് പ്രത്യേകം അധ്യാപകന്മാരോട് ഉണർത്തുകയുണ്ടായി. അധ്യാപകന്മാർ അത് ഏത് കാലഘട്ടത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. അധ്യാപകന്മാർ വിദ്യാർത്ഥികളോട് പെരുമാറേണ്ടത് നല്ല രൂപത്തിലായിരിക്കണം, പ്രത്യേകിച്ച് വിനയത്തോടു കൂടിയായിരിക്കണം. അവർ ഉൾക്കൊള്ളുന്നതായ ഇൽമ്, അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതായ വിജ്ഞാനം അവർക്കത് ഉൾക്കൊള്ളാനും അത് അംഗീകരിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും സഹായകമാക്കാൻ നല്ലതാണ്. നല്ല രീതിയിൽ കൂടി അവരോട് നല്ല സ്വഭാവത്തിൽ പെരുമാറലും നല്ല വിനയത്തോടു കൂടി പെരുമാറലും എന്ന് കൂട്ടിച്ചേർക്കുകയുണ്ടായി മദീന ഇമാം. അപ്രകാരം തന്നെ നമ്മുടെ മാതാപിതാക്കൾ വയസ്സുള്ളവരാകുമ്പോൾ പ്രത്യേകിച്ച് അവരോട് വിനയത്തോടു കൂടി പെരുമാറണം. ഏത് വയസ്സുള്ളവരാണെങ്കിലും വയസ്സുള്ളവരോട് എല്ലാവരോടും വിനയത്തോടു കൂടി പെരുമാറണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശൈലികളൊക്കെ നമുക്കറിയാം. മല്ലം യുഖിർ കബീറന വലം യർഹം സഗീറന ഫലൈസ മിന്ന. നമ്മിൽ നിന്നിട്ട് വയസ്സുള്ളവരെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ, ആദരിച്ചിട്ടില്ലെങ്കിൽ, അതുപോലെ തന്നെ ചെറിയവരോട് വിനയത്തോടു കൂടി പെരുമാറിയിട്ടില്ലെങ്കിൽ അവൻ നമ്മളിൽപ്പെട്ട ആളല്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞതായ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങളൊക്കെ ഇവിടെ സ്മരണീയമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ.
അതുപോലെ തന്നെ ശാരീരിക കഴിവില്ലാത്തവരായ രോഗികളെ നാം സഹായിക്കുന്ന കൂട്ടത്തിൽ വിനയത്തോടുകൂടി അവരോട് പെരുമാറണം. സാധാരണക്കാരോട് പെരുമാറുന്ന രൂപത്തിലാവാൻ പാടില്ല രോഗികളോട് പെരുമാറേണ്ടത് എന്നും മദീന ഇമാം കൂട്ടിച്ചേർത്തു. പ്രത്യേകിച്ച് അംഗവൈകല്യങ്ങളുള്ളതായ വിഭാഗത്തോട് പെരുമാറുമ്പോൾ പ്രത്യേകിച്ച് വിനയത്തോടു കൂടിയായിരിക്കണം അവരോട് പെരുമാറേണ്ടതും അവരെ സഹായിക്കേണ്ടതും അവരോട് സഹകരിക്കേണ്ടതും അവർക്ക് ചെയ്യേണ്ടതായ ഒത്താശകൾ ചെയ്തു കൊടുക്കേണ്ടതും അതൊക്കെ നമ്മുടെ ബാധ്യതയാണ്. അവിടെയൊക്കെ ഈ റിഫ്ഖ് എന്നതായ ഈ ചിഹ്നം നമ്മുടെ കൂടപ്പുറപ്പായി മാറേണ്ടതാണ് എന്ന് മദീന ഇമാം കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഫക്കീറന്മാര്, മിസ്കീന്മാര്, ദുഅഫാകള്, ശേഷികെട്ടവര് അവർക്കെല്ലാം വിനയത്തോടു കൂടിയുള്ള പെരുമാറ്റം ആവശ്യമുണ്ട്. കാരണം അവരുടെ ജീവിതത്തിൽ പലരും നഷ്ടപ്പെട്ടവരാണ്. അവര് മിസ്കീന്മാരായതുകൊണ്ട് അവർക്ക് കഴിവുള്ളവർ ജീവിക്കും പോലെ ജീവിക്കാൻ സാധിക്കുന്നില്ല. അവര് രോഗികളാകുമ്പോൾ കഴിവുള്ള ആഫിയത്തുള്ളവർ ജീവിക്കും പോലെ ജീവിക്കാൻ സാധിക്കുന്നില്ല. മിസ്കീന്മാരാകുമ്പോൾ ധനമുള്ളവർ ജീവിക്കും പോലെ ജീവിക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ആ കഴിവുകേട് ശരിക്ക് പരിഗണിച്ചുകൊണ്ടായിരിക്കണം അവരോട് പെരുമാറേണ്ടത് എന്ന് മദീന ഇമാം കൂട്ടിച്ചേർക്കുകയുണ്ടായി. അപ്രകാരം തന്നെ സ്ത്രീകളോട് പെരുമാറുമ്പോൾ സ്ത്രീകള് ശേഷികെട്ടവരാണ് എന്നത് നാം മനസ്സിലാക്കണം. ആപേക്ഷികമായിട്ട് സ്ത്രീകൾ ശേഷികെട്ടവർ തന്നെയാണ്. അത് ഉറപ്പാണ്, ലോകം സമ്മതിച്ചതാണ്. അതൊന്നും ഖുർആൻ പറയുകയാണ്, പുരുഷന്മാർ ഒരിക്കലും എന്തല്ല സ്ത്രീകളെ പോലെ അല്ല. അപ്പോൾ സ്ത്രീകൾ അതുകൊണ്ട് തന്നെയാണ് പുരുഷന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകളുടെ കാര്യകർത്തൃത്വങ്ങൾ ഏറ്റെടുക്കാൻ പുരുഷന്മാരുടെ തലപ്പത്തി ഏൽപ്പിച്ചത്. കഴിവുള്ളവർ അവരാണ് എന്നതുകൊണ്ട് തന്നെ അവരെത്ര തന്നെ കഴിവുള്ളവരാണെങ്കിലും സ്ത്രീകൾ അവരുടെ ശേഷികേടുള്ളതായ വിഭാഗം അത് വളരെ വ്യക്തമാണ്. അത് ഇല്ല എന്ന് നടിച്ചുകൊണ്ടോ പറഞ്ഞു കൊണ്ടോ കാര്യമായില്ല, യാഥാർത്ഥ്യമാണത്. ആ യാഥാർത്ഥ്യം ലോകം അംഗീകരിക്കേണ്ടതും അംഗീകരിക്കുന്നതുമായ ഒന്നാണ്. അങ്ങനെയുള്ളതായ ശേഷികെട്ടവരായ ആ സ്ത്രീകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറാൻ വേണ്ടി അറഫയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിടവാങ്ങിയതായ ഹജ്ജിൽ ആ ഹജ്ജത്തുൽ വദായിൽ സംസാരിച്ചപ്പോൾ ഫത്തഖുല്ലാഹ ഫിൻ നിസാ, നിങ്ങൾ സ്ത്രീകളുടെ കാര്യത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറയുകയുണ്ടായി. ഫഇന്നഹുന്ന അവാനുൻ ഇൻദകും, അവർ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഇടയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ പോലെയാണ്. അവർ നിങ്ങളുടെ കസ്റ്റഡിയിലാണ്, അവർ നിങ്ങളുടെ കീഴിൽ ജീവിക്കുന്നവരാണ്. അവരെ നിങ്ങൾ വിനയത്തോടുകൂടി അവരോട് പെരുമാറണം, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം അവരോടുള്ള പെരുമാറ്റത്തിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇവിടെ സ്മരണീയമാണ്. ഇന്ന് മദീന ഇമാം പറഞ്ഞതായ വിഷയം പറയുമ്പോൾ ഇത് വളരെ നാം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ വെച്ചിട്ട് സംസാരിച്ചപ്പോൾ സ്ത്രീകളോട് പെരുമാറാൻ വേണ്ടി കൽപ്പിച്ചതായ കാര്യങ്ങൾ. അതെ, അതുപോലെ തന്നെ കുട്ടികളോട് നാം പെരുമാറുമ്പോൾ നാം ശത്രുക്കളോട് പെരുമാറുമ്പോലെയല്ല കുട്ടികളോട് പെരുമാറേണ്ടത്. ചിലരൊക്കെ കുട്ടികൾക്ക് ശിക്ഷ നൽകുന്ന സന്ദർഭത്തിൽ അവരടിക്കുമ്പോൾ അവർക്ക് ശിക്ഷ നൽകുമ്പോൾ ശത്രുക്കളോട് പെരുമാറുന്ന രൂപത്തിലാണ് അവര് ആ കുട്ടികളോട് പെരുമാറാറുള്ളത്. ശത്രുക്കളോട് പെരുമാറുമ്പോൾ അവരെ അടിക്കുകയും ചെയ്യും പോലെ നമ്മളോട് ഒക്കണം അല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി വന്നതായ ശത്രുക്കളോട് പെരുമാറും പോലെയും അല്ല നമ്മുടെ കുട്ടികൾക്ക് ശിക്ഷ നൽകേണ്ട രീതി. മറിച്ച് വിനയത്തോടു കൂടിയായിരിക്കണം അവർക്ക് ശിക്ഷ നൽകേണ്ടത്. അവരെ പരിക്കില്ലാത്ത രൂപത്തിൽ അടിക്കാൻ ഇസ്ലാം പഠിപ്പിച്ച ആ സന്ദർഭത്തിലൊക്കെ അടിക്കുന്നുണ്ട്, വിരോധമില്ല എങ്കിലും ആ അടി അത് ശത്രുക്കളെ അടിക്കുന്ന രൂപത്തിലുള്ളതായ അടി, പരിക്കേൽപ്പിക്കുന്ന രൂപത്തിലുള്ളതായ അടിയാവാൻ പാടുള്ളതല്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നത് മദീന ഇമാം ഇന്ന് സംസാരിച്ചപ്പോൾ ഉണർത്തുകയുണ്ടായി. അപ്പോൾ കുട്ടികൾ നമ്മുടെ കസ്റ്റഡിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചതായ ഒരു കൻസാണ്, നിധിയാണ്, അത് ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതുപോലെ നിർവഹിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതിലൊന്നും നാം വീഴ്ച വരുത്താൻ പാടുള്ളതല്ല. അതുപോലെ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നതായ ജോലിക്കാർ, വേലക്കാർ, അതുപോലെ പണ്ട് കാലഘട്ടങ്ങളിൽ റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിൽ യുദ്ധങ്ങളുള്ളത് കൊണ്ട് അടിമത്തം ഉണ്ടായിരുന്നു. യുദ്ധം എപ്പോഴെല്ലാം അമുസ്ലിങ്ങളോട് ഇതര മതസ്ഥരോട് ലോകത്തിൽ ഖിയാമത്ത് നാൾ വരെ നടന്നുകൊണ്ടേയിരിക്കുന്നു, അപ്പോഴെല്ലാം അടിമത്തം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നാൽ അടിമകൾ നിന്നിട്ടു ഒരു അടിമയെ ഒരു സഹാബി അടിക്കുന്ന കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബേക്കിൽ നിന്നിട്ട് വിളിച്ചു. മറിഞ്ഞു നോക്കിയപ്പോൾ റസൂലാണെന്ന് കണ്ടപ്പോൾ ആ സഹാബി ഉടനെ തന്നെ എന്റെ ഈ അടിമയെ അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ മോചനം ചെയ്തു റസൂലേ, അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ ഇത്ഖ് ചെയ്തു റസൂലേ എന്ന് പ്രഖ്യാപിച്ചു. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ അടിമയെ അടിക്കുന്നത് റസൂല് കണ്ടപ്പോൾ, റസൂലാണ് കണ്ടത് എന്ന് മനസ്സിലാക്കിയപ്പോൾ രക്ഷയില്ല എന്ന് തോന്നി. ഉടനെ തന്നെ ഇത്ഖ് ചെല്ലുകയുണ്ടായി. റസൂൽ എന്താണ് മറുപടി നൽകിയത്? ഇല്ലം തഫ്അൽ, നീ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ലഹസത്കന്നാർ, നീ നരകത്തിൽ പ്രവേശിച്ചിരുന്നേനെ എന്നായിരുന്നു മറുപടി. അപ്പോൾ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവർ, അത് അടിമ
ഉടമകളല്ലെങ്കിലും ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് ഏൽക്കാൻ പറ്റാത്തതായ ആ ജോലി അവരെ ഏൽപ്പിക്കരുത്. മറിച്ച് അവർക്ക് കൊടുക്കുന്നതായ ജോലി അവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി ആയിരിക്കണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതോടൊപ്പം അവരെ സഹകരിക്കുകയും അവരോട് കൂടി സഹായിക്കുകയും വേണം ആ ജോലി നിർവഹിക്കുന്ന കാര്യത്തിൽ എന്ന് കൂട്ടിച്ചേർക്കുകയുണ്ടായി. അപ്രകാരം തന്നെ നമ്മുടെ കൂടെയുള്ളതായ ഹയവാനാത്തുകളുടെ കാര്യവും ഇന്ന് മദീന ഇമാം പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടതാണ്. അഥവാ നമ്മുടെ കസ്റ്റഡിയിലുള്ളതായ കഴുതകളാവട്ടെ, ഒട്ടകങ്ങളാവട്ടെ, കുതിരകളാവട്ടെ, നമുക്ക് കീഴ്പ്പെടുത്തി തന്നതായ, അള്ളാഹു കീഴ്പ്പെടുത്തി തന്നതായ ആ വാഹനങ്ങളെ, ആ നാൽക്കാലി മൃഗങ്ങളെ, അവകളെയെല്ലാം നാം അവരോടുള്ളതായ പെരുമാറ്റത്തിൽ വിനയം പ്രകടമാക്കണം. വിനയത്തോടുകൂടി ആയിരിക്കണം പെരുമാറേണ്ടത്. അവരെ ഇടിക്കുകയും അടിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ ശൈലികളൊക്കെ വിശദീകരിച്ചുകൊണ്ട് മദീന ഇമാമ് ഇന്ന് വിനയം എന്ന വിഷയം ചർച്ച ചെയ്യുകയായിരുന്നു. ഇത് നാമും നമ്മുടെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നടപ്പാക്കാൻ വേണ്ടി പാടുപെടേണ്ടതാണ്. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതുവരെ പറഞ്ഞതിന് ഒരു ഇബാദത്തായി, ഒരു സൽക്കർമ്മമായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ നാം കേട്ടതായ മക്ക ഇമാമിന്റെ ഖുതുബയാവട്ടെ, മദീന ഇമാമിന്റെ ഖുതുബയാവട്ടെ, ഈ രണ്ട് വിഷയവും അതിൽ പകർത്തേണ്ട ഭാഗങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. അവരോടൊപ്പം നമ്മയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ട് രോഗമുള്ള രോഗത്തെ അല്ലാഹു സുഖപ്പെടുത്തുമാറാകട്ടെ. അവരിൽ നിന്നിട്ട് രോഗം സുഖപ്പെടുത്താൻ വേണ്ടി നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തവർക്ക് പ്രത്യേകിച്ച് അല്ലാഹു അവരുടെ രോഗത്തിൽ നീ മാറ്റിക്കൊടുക്കണ രക്ഷിതാവേ, അവർക്ക് നീ ശിഫ നൽകണ രക്ഷിതാവേ. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ദീനീ വിജ്ഞാനം നൽകിയും കൊണ്ട് അവരെ അല്ലാഹു ഉദ്ദേശിച്ച രൂപത്തിലുള്ളതായ പണ്ഡിതന്മാരാക്കി മാറ്റാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പണ്ഡിതന്മാരോട് പെരുമാറേണ്ട രൂപത്തിൽ പെരുമാറുവാനും യഥാർത്ഥ പണ്ഡിതന്മാരാണെന്ന് കണ്ടെത്തി ആ ഖുർആനും സുന്നത്തും അനുസരിച്ച് യഥാർത്ഥ ആദർശത്തെ, തൗഹീദിനെ വ്യാപകമാക്കുന്ന, അതിനെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്ന, കുസാദ മടിക്കാതെ പറയുന്ന ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് അങ്ങനെയുള്ളവരോട് ഫത്വ ചോദിച്ചുകൊണ്ട് അങ്ങനെയുള്ളവരോട് സഹവസിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.